നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏവർക്കും പുതുവർഷ ആശംസകൾ. കൊല്ലവർഷം 1200 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ശനിയാഴ്ച പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ പുതുവർഷത്തിൽ കർക്കിടക രാശിക്കാർക്ക് ഗുണാനുഭവ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് വരും വർഷം വളരെ അനുകൂലമായ കാലഘട്ടമാണ്. നിലവിലെ ജീവിതചര്യയിൽ മാറ്റം വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കണം. ജീവിതത്തിൽ കർമ്മ മേഖലയിലാണ് ഇവർക്ക് ചിങ്ങം 1 മുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. നീതിയോടുകൂടി പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയാൽ ജീവിതം വിജയത്തിലെത്തും. ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, കൂട്ടു ബിസിനസ് എന്നിവ തുടങ്ങുന്നത് വിജയകരമാണ്. ധന ആഗമനത്തിനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയൂന്നി പ്രവർത്തിച്ചാൽ ഫലം പ്രതീക്ഷിച്ചതിലും ഉയരത്തിലെത്തും. മനസ്സമാധാനം, മനസ്സുഖം എന്നിവ വന്നുചേരും. പ്രണയ സാഫല്യം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് പ്രശ്നങ്ങൾ മാറ്റാനാകും. ദാമ്പത്യ ബന്ധത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ദമ്പതികൾ ഒരുമിച്ച് പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള കാലഘട്ടമാണ് വരുന്നത്. അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് മനസ്സുഖം വന്നുചേരുന്ന വർഷമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ ഗുണാനുഭവ ഫലങ്ങൾ ഉണ്ടാകാം. കർക്കിടക രാശിക്കാർ ഈ വർഷം വളരെയധികം സൂക്ഷിക്കേണ്ടത് ശത്രുക്കളെയാണ്. കുടുംബ ബന്ധങ്ങളിലും ജോലിസ്ഥലത്തും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം. ശത്രുദോഷം ഏറെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിനാൽ ഏറെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ട കാലമാണ്. ശത്രുദോഷ പരിഹാരങ്ങൾ ചെയ്യാം. പുതിയ ശത്രുക്കൾ ഉണ്ടാകാതെ ഇരിക്കാൻ വാക്കും പ്രവൃത്തിയും കരുതലോടുകൂടി നിറവേറ്റേണ്ട കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ശത്രുദോഷ പരിഹാരത്തിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട്, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് പരിഹാരമാണ്. മനോധൈര്യത്തോടെയും ഈശ്വരവിശ്വാസത്തോടുകൂടിയും പ്രശ്നങ്ങളെ സമീപിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ഏറ്റവും നല്ല സമയം തന്നെയാണ് കർക്കിടക രാശിക്കാർക്ക് മുന്നിലുള്ളത്. കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം തുടങ്ങി നക്ഷത്ര ജാതകർക്ക് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിൻ്റെ പുതുവർഷ ആശംസകൾ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ശനിയാഴ്ച പുതുവർഷ ആരംഭം. ഏവർക്കും പുതുവർഷ ആശംസകൾ. ഈ പുതുവർഷത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഗുണാനുഭവ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് 2024 പുതുവർഷം വളരെ ഐശ്വര്യം നിറഞ്ഞ വർഷമാണ്. ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന വർഷം തന്നെയാണ് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണമുള്ള വർഷം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം സുനിശ്ചിതവും. മടി, അലസത എന്നിവ മാറി പ്രവർത്തനത്തിൽ വിജയം കാണുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കുന്ന വർഷമാണ്.
അതിനായി പഠനം വളരെയധികം ചിട്ടയോടുകൂടി മാറ്റിവെച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കാണാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ സ്ഥിരതയുണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതി. ബിസിനസ് രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാം. ബിസിനസ്സിൽ നേട്ടം കൈവരിക്കുന്നത് സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടാക്കും. എന്നാൽ സാമ്പത്തിക രംഗത്ത് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട വർഷമാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. പാഴ്ചിലവുകൾ വന്നുപെട്ടേക്കാം. വരവ് ചിലവ് കണക്കുകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കരുതലോടുകൂടി പുതുവർഷത്തെ സമീപിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി നേടാനാകും. ഇൻ്റർവ്യൂ, അഭിമുഖം എന്നിവയിൽ തിളങ്ങാവുന്ന വർഷമാണ് വരുന്നത്. നിലവിലെ ജോലിയിൽ പ്രൊമോഷൻ സാധ്യതകൾക്കുള്ള കാലഘട്ടത്തിലൂടെയാണ് ചിങ്ങം രാശിക്കാർ കടന്നു പോകുക. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നാളുകാർക്ക് വളരെയധികം ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വർഷം തന്നെയാണ് ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ളത്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കാം. സുഹൃത്തുക്കൾ വഴി നേട്ടം കാണാം. യാത്രകൾ ഉണ്ടാകും. യാത്രകൾ വഴിയും നേട്ടം കൈവരിക്കാൻ പറ്റിയ സമയം തന്നെയാണ്. ബിസിനസ് യാത്രകളിലും നേട്ടം കാണുന്നു. അതുവഴി ഗുണം, സന്തോഷം എന്നിവ വർദ്ധിക്കാം. എന്നാൽ ശത്രുക്കളെ കരുതിയിരിക്കേണ്ടതായ ഒരു വർഷം കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ചിങ്ങം രാശിക്കാർ ഏറെ കരുതലെടുക്കേണ്ട വർഷവും സമയവും തന്നെയാണ്. ഈശ്വര ചിന്ത വർദ്ധിപ്പിച്ചും കർമ്മരംഗത്തും പൊതുരംഗത്തും പ്രവൃത്തികളിൽ നന്മ ചെയ്ത് മുന്നോട്ടു പോയാൽ ദുരിതഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്രാപ്തിയിൽ എത്തിക്കാനാകും. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം, സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഈ പുതുവർഷത്തിൽ ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക്. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നാളുകൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിലുപരി നേട്ടത്തിൻ്റെയും വർഷം തന്നെയാണ്. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം ജാതകർക്ക് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിൻ്റെ പുതുവർഷ ആശംസകൾ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200, ചിങ്ങം 1, ഓഗസ്റ്റ് 17, ശനിയാഴ്ച, പുതുവർഷം ആരംഭം. ഈ പുതുവർഷത്തിൽ കന്നി രാശിക്കാർക്ക് ഗുണാനുഭവ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. കന്നി രാശിക്കാർക്ക് മലയാള പുതുവർഷം ഐശ്വര്യത്തിൻ്റെയും നേട്ടങ്ങളുടെയും വർഷമായി പൊതുവെ കണക്കാക്കാം. എന്നിരുന്നാലും വളരെ ശ്രദ്ധ പുലർത്തേണ്ട വർഷം തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാഗ്യനിർദോഷങ്ങളും സംഭവിച്ചേക്കാം. അതിനാൽ വളരെ കരുതലും ശ്രദ്ധയും ചെലുത്തേണ്ട വർഷമാണ് വരുന്നത്. തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. പഠനം വളരെ പ്രാധാന്യത്തോടെ കൊണ്ടുപോയാൽ വിജയം ഉറപ്പാക്കാവുന്ന തരത്തിൽ മുന്നേറാം. കന്നി രാശിക്കാരുടെ കർമ്മമേഖല നോക്കുകയാണെങ്കിൽ കർമ്മരംഗത്ത് വിജയ സാധ്യത ഉണ്ട്. സാമ്പത്തികമായി ഗുണം നേടാവുന്ന വർഷമാണ്. ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തണം. ജോലിസ്ഥലത്ത് മികവ് നേടാനാകും. പക്ഷേ ജോലിസ്ഥലത്തെ മികവിനോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കാം. സുഹൃത്തുക്കൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ വേണം. മിത്രങ്ങൾ ശത്രുവാകാൻ സാധ്യതയുണ്ട്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും കരുതൽ ആവശ്യം വേണ്ടിവരുന്ന സമയമാണ്.
അതിനാൽ ഏറെ ശ്രദ്ധ പുലർത്തണം. ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും. ബിസിനസ്, തൊഴിൽ യാത്രകൾ ഗുണം ചെയ്യും. യാത്രകൾ കൊണ്ട് ഗുണം അനുഭവിക്കാവുന്ന വർഷം തന്നെയാണ് കടന്നുവരുന്നത്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വായ്പകൾ എടുക്കാവുന്ന സമയമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കണം. ചിട്ടയായ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും ചെയ്ത് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. കന്നിരാശിക്കാർക്ക് ഭാഗ്യനേട്ടങ്ങൾ തേടി വരുന്ന വർഷം തന്നെയാണ് പുതുവർഷം. എന്നാൽ ചില തടസ്സങ്ങൾ ഭാഗ്യനേട്ടത്തെ ചെറുക്കാനും സാധ്യതയുണ്ട്. അതിനാൽ മുന്നിലുള്ള തടസ്സങ്ങളെ മനോധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ടു പോയാൽ വളരെ ഐശ്വര്യം നിറഞ്ഞതും ഭാഗ്യാനുഭവങ്ങൾ ഉള്ളതുമായ കാലഘട്ടത്തെ തന്നെ സ്വീകരിക്കാൻ സാധിക്കും. വാക്കുകൾ വളരെ വിനയത്തോടെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ വാക്പ്രയോഗത്തിലൂടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചേക്കാം. അതിനാൽ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. പ്രണയബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണ് കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര ജാതകർക്ക് പുതുവർഷം വളരെയധികം ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിൻ്റെ പുതുവർഷ ആശംസകൾ. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. 2024 മലയാള പുതുവർഷ ഫലം തുലാം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്ര ജാതകർ ചിത്തിര, ചോതി, വിശാഖം. തുലാം രാശിക്കാർക്ക് പുതുവർഷം പരിശ്രമം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വർഷമാണ്. കുറച്ച് പ്രതികൂല വർഷമായിട്ടാണ് ഈ പുതുവർഷം നമുക്ക് കാണാൻ സാധിക്കുക. മുന്നോട്ടുള്ള യാത്രകളിൽ പ്രതികൂലമായി തടസ്സം അനുഭവപ്പെടാം. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയെ സാരമായി ബാധിച്ചേക്കാം. പരിശ്രമം ഒന്നുകൊണ്ടു മാത്രമേ ഇത്തരത്തിൽ വന്നുഭവിക്കുന്ന കാര്യതടസ്സങ്ങൾക്ക് മാറ്റം വരുത്താനാകൂ. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മത്സര പരീക്ഷയ്ക്കും മറ്റും തയ്യാറെടുക്കുന്നവർ പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടു പോകണം. കാര്യതടസ്സങ്ങൾ ഉണ്ടെന്ന് കരുതി ശ്രമങ്ങൾ ഒരിക്കലും പിൻവാങ്ങരുത്. നമുക്ക് മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് മുന്നോട്ടു പോകണം. പ്രവൃത്തികളിൽ ഊർജം കൈവരിച്ച് മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന വർഷം തന്നെ ആയിരിക്കും. ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണ്ട സമയം തന്നെയാണ്. കൃത്യമായ വ്യായാമം, ആരോഗ്യ പരിരക്ഷ എന്നിവയിലൂടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ചെറുവ്യായാമങ്ങൾ, യോഗ, ധ്യാനം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവ ശീലിക്കുന്നത് ഈ കാലയളവിൽ ഗുണം ചെയ്യും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട വർഷമാണ്. സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ വച്ച് മുന്നോട്ടു പോയാൽ ഗുണാനുഭവം ഉണ്ടാക്കിയെടുക്കാം. കുടുംബം, ദാമ്പത്യ ജീവിതം എന്നിവയിൽ നിരാശയും മനക്ലേശം, സ്വസ്ഥതക്കുറവ് എന്നിവ ഉണ്ടായേക്കാം. കുടുംബ പ്രശ്നങ്ങൾ വളരെ രമ്യതയിൽ ഇരുവിഭാഗങ്ങളും സംസാരിച്ച് മുന്നോട്ടു പോകുക. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ടു പോയാൽ ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവം ഉണ്ടാക്കിയേക്കും.
സംസാരത്തിൽ ഏറെ മിതത്വവും പരസ്പര ബഹുമാനവും ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ഐക്യത നിലനിർത്തിപ്പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന സമയം തന്നെയാണ്. അതീവ ജാഗ്രത പുലർത്തണം. അംഗീകാരം, നേട്ടം, പ്രശസ്തി എന്നിവ നേടാൻ ഭാഗ്യമുള്ള സമയം കൂടിയാണ്. കർമ്മമേഖലയിൽ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും കരുതലും ശ്രദ്ധയും ചെലുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക. തുലാം രാശിയിൽപ്പെട്ടവർ ബിസിനസ് ചെയ്യുന്നവർക്ക് ധനം നഷ്ടം സംഭവിച്ചേക്കാം. അതിനാൽ ബിസിനസ്, സംരംഭം തുടങ്ങിയവയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി നഷ്ടം ഏറെ കാണപ്പെടുന്ന സമയം തന്നെയാണ്. ബാങ്കിംഗ് മേഖലയിൽ അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഓരോ ദിനവും സസൂക്ഷ്മമായി വിലയിരുത്തി മുന്നോട്ടു പോകുക. വായ്പകൾ കൃത്യമായി അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം കടങ്ങൾ വർദ്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് പെട്ടേക്കാം. കൃത്യമായി ധനം കൈകാര്യം ചെയ്യുന്നതിലൂടെയും വരവ് ചിലവുകൾ മനസ്സിലാക്കി പണം ഉപയോഗിക്കുന്നതിലൂടെയും സാമ്പത്തിക ഭദ്രത നേടി എടുക്കാൻ സാധിക്കും. അതിനാൽ ഒരു ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങൾക്ക് വയ്ക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തികമായി നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാനും സാധിക്കുന്ന വർഷമാണ് ഈ 2024 പുതുവർഷം. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.